ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയി അടിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പരസ്പരം തൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, ചെരുപ്പ് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഒരാളുടെ കാണാതെ ആകുമ്പോഴത്തേനും നീ എൻ്റെ എടുത്തോ, ഞാൻ നിൻ്റെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് എൻജോയ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് തന്നെ ശ്രീനാഥ് അബിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്തായി കാര്യങ്ങളൊക്കെ, ഞാനിവിടെ ബീച്ചിൽ തന്നെ ഉണ്ട്, നിങ്ങൾ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് വർഷ വന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് വരും, വർഷ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത് എന്നും പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവർ വിളിക്കുന്നത്, അതായത് ശ്രീജിത്ത് വിളിക്കുന്നത് കാണുമ്പോഴത്തേനും അബി ഇനി ശ്രീജിത്തിനെയും ബീച്ചിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്ന് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് അബിയുടെയും ആ ശ്രീജിത്ത് സാറിൻ്റെയും കൂടി കാര്യത്തിലൊരു തീരുമാനം നമുക്ക് ആക്കണമെന്നും വർഷയും പറയുന്നുണ്ട് കേട്ടോ. അത് സെറ്റാക്കാം എന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി ബീച്ചിലേക്ക് തന്നെ പോകുന്നുണ്ട്. അത് കാണുമ്പോഴത്തേനും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഇനി നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം, പക്ഷേ ശിവ വന്നില്ല, അതാണ് വലിയ വിഷമം എന്ന് പറയുന്നു. ശിവയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കവർ ചെയ്യാനായിട്ട് പോകാൻ നിൽക്കുവാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവൾ ഇതിനെ വരാതിരുന്നതെന്ന് പറയുമ്പോൾ അവൾ മിടുക്കിയാണെന്ന് നമ്മുടെ വിവേക് പറയുന്നുണ്ട്. അവൾക്ക് ഏറ്റവും പ്രധാനം അവളുടെ കരിയർ തന്നെയാണ്. കരിയറിൽ വലിയ ഉയർച്ചയിൽ തന്നെ അവൾ എത്തുന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തോളൂ. അഭിയാണെങ്കിലോ ഞാൻ എന്തായാലും സിംഗിൾ അല്ലേ, നിങ്ങൾ എന്തായാലും രണ്ട് ഗ്രൂപ്പുമായിട്ട് നടന്ന് എല്ലാ സ്ഥലമൊക്കെ കണ്ട് അടിച്ച് പൊളിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ വർഷയും ഭയങ്കര വിഷമത്തിൽ നിൽക്കുവാണ്. നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഈ വെള്ളവും ഇതിൻ്റെ ഒരു അലർച്ചയൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ ഏതോ മലയിൽ നിന്ന് വന്നിട്ടുള്ള ആ കുതിച്ച് ഉയർന്ന ആ വെള്ളപ്പൊക്കം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിലൂടെ തന്നെ ഞങ്ങളുടെ ജീവിതം മൊത്തം നശിപ്പിച്ച് കളഞ്ഞ ആ രാത്രി എല്ലാം എനിക്ക് ഓർമ്മ വരുന്നു എന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, അത് കഴിഞ്ഞ കാര്യമാണ് വർഷേ, ഇനിയും അത് ആലോചിച്ച് നിൽക്കാനല്ല നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇനി നമുക്ക് പുതിയ ജീവിതം ഇവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, സന്തോഷിക്ക് എൻ്റെ കൂടെ വായോ എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ നല്ല സീ ഫുഡ് കിട്ടും, നിങ്ങൾ ഏത് മീനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ മീൻ വെച്ചിട്ടുള്ള കറിയോ ഫ്രൈയോ എന്ത് വേണമെങ്കിലും ഇവിടെ തയ്യാറാക്കി തരുമെന്ന് പറയുന്നു. 5 വേണമെങ്കിലോ ചേട്ടൻ, ഞങ്ങൾ ഇപ്പം വന്നിട്ടുള്ളൂ, ഇപ്പം തന്നെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നിനും ഒരു തോന്നലുണ്ടാവില്ല, അതായത് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ നല്ല ഫുഡായിരിക്കും, ബീച്ചിൽ വന്നിട്ട് ഇതൊക്കെയല്ലേ സന്തോഷം. വിവേകാണെങ്കിലോ എന്നാലും നമുക്ക് ഫുഡ് കഴിക്കാം, അബി ഒരു കാര്യം ചെയ്യും, ചെന്ന് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഓർഡർ ചെയ്തോളൂ, അപ്പോഴത്തേനും നമ്മളൊന്ന് കറങ്ങി വരുമ്പോഴത്തേനേ ഫുഡാവുള്ളൂ, അപ്പോൾ ശരി നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് വർഷയും അതുപോലെ തന്നെ വിവേകം കൂടി എൻജോയ് ചെയ്യാനായിട്ട് അവർ പോയിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചേട്ടനോട് എന്തൊക്കെ തരം ഫുഡാണ് വേണ്ടതെന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ശ്രീനാഥ് വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാനിത് അവരെ ബീച്ചിലെത്തി, നിങ്ങൾ എവിടെയാണുള്ളതെന്ന് പറയുമ്പോൾ എന്തായാലും വിവേകം വർഷയും വന്നു കഴിഞ്ഞു. അവർ കൈ കോർത്ത് പിടിച്ച് ബീച്ചിലൂടെ ഓടി നടക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോഴത്തേനും ശ്രീനാഥിന് വല്ലാത്ത പോലെ ആവുന്നുണ്ട്. അതിനുശേഷം തന്നെ അഭിയാണെങ്കിലോ ഇവരുടെ തമ്മിലുള്ള അതായത് ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ ശ്രീനാഥ് നേരിട്ട് കാണിച്ചു കൊടുക്കണം. അതിന് വർഷം വിവേകം വേറെ വേറെ നിന്നാൽ പോരാ, അടുപ്പിച്ച് നിൽക്കണം. അങ്ങനെ രാഹുലിനോടും അഞ്ജുനോടും ചെന്ന് പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് അവരുടെ സേവ് ദ ഡേറ്റ് പോലെ ഒരുപാട് പിക്ചർ എടുക്കണം, അതിന് അവർ തീരുമാനിച്ചാൽ പോരാ, നമ്മൾ തീരുമാനിക്കുന്ന പോലെ പലതരം പോസിലുള്ള പിക്ചേഴ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാഹുലിനെയും അഞ്ജുനെയും മനപ്പുറം വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ രണ്ടുപേരുടെയെങ്കിലും അടിപൊളിയായിട്ടുള്ള ഫോട്ടോകളും വീഡിയോസും എല്ലാം തന്നെ എടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കറക്റ്റ് സന്ദർഭം. പെട്ടെന്ന് ശ്രീനാഥിനെ വിളിച്ചിട്ട് ഈ ഒരു രംഗം കാണിച്ചു കൊടുക്കണം. അത്രയും ക്രൂരമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെ ഡാബി അവിടേക്ക് പോകുന്നത്. അതിനുശേഷം തന്നെ സ്ത്രീയെ ചെന്ന് വിളിക്കുന്നുണ്ട്. സ്ത്രീ ആണെങ്കിലോ വിജനമായ ആ കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൻ്റെ വർഷയെ അയാൾ മനസ്സിലൂടെ കാണുന്നുണ്ട്. താൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവളെ രക്ഷിക്കുമെന്നും അവൾക്ക് വേണ്ടിയിട്ട് താലിയും പുടവയായിട്ട് വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പാവ മനുഷ്യൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവൾ മാത്രമായിരുന്നു അയാളുടെ നിഷ്കളങ്കമായിട്ട് ആ ഒരു പ്രണയത്തിന് ഇന്ന് അന്ത്യം കുറിക്കുകയാണ് കേട്ടോ അഭി ചെയ്യുന്നത്. അപ്പോഴത്തേനും ചെന്നിട്ട് അഭി പറയുന്നുണ്ട്, ശ്രീ വന്നോ, എന്തായാലും വർഷം വിവേകം അവിടെയുണ്ട്, അവർ ആ ബീച്ചിലൂടെ ഓടി കളിക്കുന്നുണ്ട്, ഒരുപാട് സെൽഫി എടുക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, തനിക്ക് അവളെ കാണണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തീർച്ചയായും വർഷയെ കണ്ടേ പറ്റുള്ളൂ, എനിക്ക് അവളെ ദൂരത്ത് നിന്നാണെങ്കിലും ഒരു നോക്ക് ആ വർഷയെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശ്രീ ഒരു കാര്യം മനസ്സിലാക്കണം, ശ്രീ അത് കണ്ട് വളരെയധികം ഇമോഷണൽ ആവുകയോ ടെൻഷൻ ആവുകയോ ഒന്നും ചെയ്യരുത്, വലിച്ചു വരുത്തിയിട്ട് അസുഖങ്ങളൊന്നും ഉണ്ടാക്കരുത്, അവളോട് നേരിൽ പോയി സംസാരിക്കുകയും ചെയ്യരുത്,
ആ കുട്ടിയുടെ സന്തോഷം വെറുതെ മുടക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, അവളെ കാണാതെയാണ് നമ്മൾ അവളെ കാണാനായിട്ട് പോകുന്നത്. ഒരിക്കലും തന്നെ അവളുടെ മുന്നിൽ ചെന്ന് ചെയ്യരുത്, അവൾ ആ ജീവിതം തകർക്കരുത് എന്നൊക്കെ വീണ്ടും വീണ്ടും പറയാണ്. ഒരുപക്ഷെ അബിക്ക് സംശയമുണ്ട്, വർഷയെ കാണുമ്പോൾ ശ്രീ പരിധി വിട്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമെന്നും. വർഷയ്ക്കാണെങ്കിലോ എല്ലാം മറന്ന് സ്ത്രീയെ സ്വീകരിക്കാനും സാധിക്കും. കാരണം ഇപ്പോഴും മനസ്സിനകത്ത് സ്ത്രീയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അബിക്ക് പേടിയും. അങ്ങനെ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ആ ഒരു കാഴ്ച കാണിക്കാൻ കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സെൽഫി എടുക്കുന്നതും, അതായത് പലതരം പോസിൽ നിൽക്കുന്നതൊക്കെ കാണുന്ന നമ്മുടെ സ്ത്രീ ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അയാൾ മാനസികമായി തകർന്നു പോവുകയാണ്. കാരണം അയാൾ പ്രതീക്ഷിച്ചില്ല തൻ്റെ വർഷയ്ക്ക് ഇങ്ങനെ ഒരാളുമായിട്ടുള്ള പ്രണയം ഉണ്ടാകും എന്നുള്ളത്. കാരണം ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു പെൺകുട്ടി, സാധുവായിട്ടുള്ളൊരു പെൺകുട്ടി, അവളെ രക്ഷിക്കണം, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം, സന്തോഷിപ്പിക്കണം എന്ന് മാത്രമേ ആ ശ്രീനാഥിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിന് ഏതൊക്കെ കടമ്പ താൻ തിരിച്ചാലും തൻ്റെ വർഷയെ സ്വന്തമാക്കണം തന്നെയായിരുന്നു. പക്ഷേ ഒരു നിമിഷം അവൾ തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന ആ ഒരു യാഥാർത്ഥ്യം ആ പാവം മനുഷ്യൻ മനസ്സിലാക്കുകയാണ് കേട്ടോ. ആ കാണുമ്പോഴത്തേനും നല്ലൊരു വിഷമമുണ്ട്. അബിക്കാണെങ്കിലോ ശ്രീനാഥിൻ്റെ ഈ സിറ്റുവേഷൻ കാണുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ശ്രീ, ഞാൻ പറഞ്ഞില്ലേ, അവരിപ്പോൾ സന്തോഷത്തിലാണ്, അവരുടെ കല്യാണം ഉറപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. അതിന് തന്നെയാണ് അവൾ വന്നിരിക്കുന്നത്, രണ്ടുപേരെന്ന് പറയുന്നു കേട്ടോ. പെട്ടെന്ന് ശ്രീനാഥിൻ്റെ മനസ്സിലൂടെ തൻ്റെ വർഷയെ ആദ്യമായി കണ്ട ആ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങളും, അവളുടെ അനിയത്തിയുടെയും പിന്നെ അവളുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് അവൾക്ക് ആ വാക്ക് കൊടുത്ത് നാളെ താലിയും പട്ടുസാരിയുമായിട്ട് ഞാൻ വരും, കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതും എന്നൊക്കെ ആ മനുഷ്യൻ ആലോചിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ എല്ലാം തനിക്ക് നഷ്ടപ്പെട്ട പോലെ നിൽക്കുന്ന ആ ഒരു നിസ്സഹായമായിട്ടുള്ള ആ മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. പക്ഷേ അബിയാണെങ്കിലോ ഇത് തന്നെയാണ് തക്ക അവസരം, ശ്രീനാഥിൻ്റെ മനസ്സിൽ കയറി പറ്റാനുള്ളൊരവസരം എന്ന രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും വർഷയെ അവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്നൊരു മട്ടിൽ തന്നെയാണ് കേട്ടോ അബി നിൽക്കുന്നത്. പെട്ടെന്ന് ശ്രീനാഥിന് ചെറിയൊരു തലവേദന പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം അയാൾക്ക് എന്തോ ഒരു ടെൻഷൻ പോലെയൊക്കെ ആവുന്നുണ്ട്. പെട്ടെന്ന് സുഖമില്ലാത്തത് പോലെയും കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാം തന്നെ മറന്നു പോവുകയോ അയാളുടെ മറഞ്ഞു പോയിട്ടുള്ള ആ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു വരികയോ എന്തോ ആണ്. അപ്പോഴത്തേനും അബി അറിയുന്നുണ്ട്, ശ്രീ എന്ത് പറ്റി? എനിക്കൊന്നുമില്ല, ശ്രീയോട് ഞാൻ ഇതല്ലേ പറഞ്ഞത്, അവർ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ ടെൻഷൻ ആവരുതെന്ന്. പക്ഷേ ശ്രീ ആണെങ്കിൽ അതെല്ലാം തന്നെ കേൾക്കാൻ പോലും നിന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്, അവൾക്കൊരു നല്ല ജീവിതമുണ്ട്, അത് അവൾ സന്തോഷിക്കട്ടെ, ശ്രീ ആയിട്ട് ഇനി അത് മുടക്കാനായിട്ട് നിൽക്കണ്ട. അവളിപ്പോൾ നല്ല ഹാപ്പിയാണ്. ശ്രീയുടെ കൂടെ ഉണ്ടായിരുന്നേക്കാളും ഡബിൾ ഇരട്ടി ഹാപ്പിയിലാണ് ഇപ്പോൾ വർഷ ജീവിക്കുന്നത് വിവേകിൻ്റെ കൂടെ. ഇനി അവളുടെ ജീവിതം സ്വർഗ്ഗതുല്യമായിരിക്കും, അതിലൊരു കട്ടുറുമ്പായിട്ട് ശ്രീ പോവുകയോ ചെയ്യരുത് എന്ന രീതിയിൽ അബിയുടെ ഒരു ഉപദേശവും കൂടി. അബി ശരിക്കും ക്രൂരമായിട്ടുള്ളൊരു മനസ്സിനുടമയാണ് കേട്ടോ. ഇത്രയും ക്രൂരമായിട്ട് ആ ഒരു മനസ്സുകളെ വെട്ടി നുറുക്കണ്ടായിരുന്നു. ഇത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം സത്യമായിട്ടും ശ്രീയോടും വർഷയോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത്രയും സ്നേഹിക്കുകയാണെങ്കിൽ അവർ തന്നെയല്ലേ ഒന്നിക്കേണ്ടത്. പക്ഷേ അബി അത് തകർക്കുകയാണ്. ഈ വിവരം വർഷയോ നേരിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ കാണാം കേട്ടോ. ഇത്രയും കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.